ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഫോൺ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുവാണെങ്കിൽ നാളെ എൻ്റെ കുട്ടി ടീനേജർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവൾ കഴിക്കുന്നതിനിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല ആക്ച്വലി ഫോൺ എടുത്ത് മാറ്റി വെക്കുന്നത്. കാരണം ആ കുട്ടി അതാണ് കണ്ടിരിക്കുന്നത് പേരൻറ്റ്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കാര്യങ്ങൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുന്നത് കുട്ടികൾ കാണട്ടെ. ഇപ്പോൾ ഈ സെഷനിലാണെങ്കിൽ തന്നെ നമ്മൾ 3-4 പേരിരുന്ന് സംസാരിക്കുന്നു. എത്ര പേര് ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അവരുടെ കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ട് അവർ ഫോണിൻ്റെ വേൾഡിലോട്ടാണ് കൂടുതൽ പേര് പോകുന്നത്. അപ്പം നമ്മൾ മൈൻഡ്ഫുൾ ആണോ നമ്മുടെ ലൈഫിൽ? ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, ആ സമയത്ത് ഇതൊന്നും അടുത്ത് ഉണ്ടാവാൻ പാടില്ല, പാട്ടൊന്നും ഇടാൻ പാടില്ല, പ്രാർത്ഥനയിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ മൈൻഡ്ഫുൾനെസ് ആണ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നത്. എല്ലാ റിലിജിയനിലും ഉള്ളത് മൈൻഡ്ഫുൾനെസ് ആണ്. എല്ലാ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലും മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓൺ ഡേ ടു ഡേ ബേസിസ് നമ്മളത് കൊണ്ടുവരണം. എന്തെങ്കിലും കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളി പ്രസൻറ്റ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ പാട്ട് കേട്ടാലേ എനിക്ക് പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഓൾറെഡി എന്ത് പറ്റും, നമ്മൾ മനസ്സിലെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് 4-5 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്താലേ നന്നായി ഉണ്ടാവും എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കണം. ഒരു കാര്യം നീറ്റായിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അവിടെ പ്രസൻ്റ് ആയിട്ട് അത് ചെയ്യുക എന്നുള്ളത് നമ്മളത് ചെയ്യുമ്പോഴേ അവർക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ പേരൻസ് കുക്ക് ചെയ്തുകൊണ്ട് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ കുറ്റമൊക്കെ പറഞ്ഞ് ദേഷ്യം പെട്ടി എനിക്ക് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയി പോയില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ അതൊക്കെയാണ് കാണുന്നത്. അവരൊന്നിൽ ഫോക്കസ്ഡ് അല്ല, അവരൊരു കാര്യം മാത്രം ശ്രദ്ധിച്ച് ചെയ്യുന്നില്ല, അവർ മൈൻഡ്ഫുൾ അല്ല. അപ്പം ഞാനെന്തിനു മൈൻഡ്ഫുൾ ആവണം? അപ്പം മൈൻഡ്ഫുൾനെസ്സും ഒരു പരിധിവരെ എന്താ പറയുക നഷ്ടപ്പെടുന്നതിനുള്ള ഒരു കാരണമാവുകയും ചെയ്യുകയാണ് ഫോൺ.